പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 6ാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷയുടെ കേരള പാഠാവലിയുടെ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് പ്രവർത്തനം വായിക്കാം എഴുതാം. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് വായിച്ചു നോക്കി താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളും കിളികളും, അതാണ് എന്തെന്ന് ഹെഡിങ് എന്ന് പറയുന്നത്. അന്ന് എല്ലാ വീടുകളിലും കൂട്ടിൽ കിളികളെ വളർത്തുക എന്നത് ഫാഷനായിരുന്നു. എനിക്കത് വെറുപ്പായിരുന്നു. ഏതെങ്കിലും വീട്ടിൽ നിന്ന് കൂട്ടിലടയ്ക്കപ്പെട്ട കുയിലിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് മറ്റെന്തിനേക്കാളും അസഹ്യമായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ജ്യേഷ്ഠത്തി അമ്മ ഒരു ചൈനീസ് ഗ്യാമയെ വാങ്ങിയിരുന്നു. കൂട്ടിനു മേലിരുന്ന തുണിക്കടയിൽ നിന്ന് അതിൻ്റെ മധുരമായ ചൂളം വിളി നിരന്തരം ഉയർന്നു. പാട്ടിൻ്റെ ഒരു ജലധാര. ഇതിനെ കൂടാതെ പലതരത്തിലുള്ള മറ്റു കിളികളും ഉണ്ടായിരുന്നു. പടിഞ്ഞാറേ വരാന്തയിലിരുന്നു അവയുടെ കൂടുകൾ തൂക്കിയിട്ടിരുന്നത്. എന്നും രാവിലെ വിത്തുകളും പ്രാണികളുമായി വരുന്ന വഴിവാണിഭക്കാരായിരുന്നു കിളികൾക്കുള്ള ആഹാരം എത്തിച്ചത്. അയാളുടെ കൂടയിൽ പുൽച്ചാടികൾ ഉണ്ടാകും. ധാന്യബുക്കുകളായ കിളികൾക്കു വേണ്ടി പയറുപൊടിയും. ഒരിക്കൽ ജ്യേഷ്ഠത്തിയമ്മയ്ക്ക് അണ്ണാനുകളെ വളർത്തുന്നതിൽ കമ്പം കയറി. അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. തന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നായിരുന്നു അവരുടെ മറുപടി. അത് ശരിയല്ലല്ലോ. വഴക്കടിച്ച് വെറുതെ സമയം കളയാതെ രഹസ്യമായി ഞാൻ ആ ചെറുജീവികളിൽ 2നെ തുറന്നുവിട്ടു. രവീന്ദ്രനാഥ് ടാഗോർ. ഇനി നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം, ഉത്തരം എഴുതാം. കിളികളെ വളർത്തുന്നത് ഇഷ്ടമല്ലാതിരുന്നത് ആർക്കാണ്? ജ്യേഷ്ഠത്തിയമ്മയ്ക്ക്, വഴിവാണിഭക്കാർക്ക്, ടാഗോറിന്, ചൈനീസുകാർക്ക്. ഇവിടെ എഴുത്തുകാരൻ ആരാണ്? ടാഗോറാണ്. അപ്പോൾ ടാഗോർ തൻ്റെ അനുഭവമാണ് വിവരിക്കുന്നത്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കാണ്? ടാഗോറിന്. രണ്ടാമത്തെ, കിളികൾക്കുള്ള ആഹാരം എത്തിച്ചത് ആര്? ആരാണ് ആഹാരം എത്തിച്ചത്? ചെറുജീവികൾ, വഴിവാണിഭക്കാർ, ജ്യേഷ്ഠത്തിയമ്മ, രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? വഴിവാണിഭക്കാർ. ബി ആണ് ശരിയായ ഉത്തരം. വഴിവാണിഭക്കാർ. മൂന്നാമത്തത്, ആരാണ് പാട്ടിൻ്റെ ജലധാര തീർത്തത്? ആരാണ് പാട്ടിൻ്റെ ജലധാര തീർത്തത്? ചൈനീസ് ഗ്യാമ, പുൽച്ചാടികൾ, ചെറുപ്രാണികൾ, കിളികൾ. ആരാണ്? ചൈനീസ് ഗ്യാമ. നാലാമത്തെ, താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? കിളിക്കൂടുകൾ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വരാന്തയിലായിരുന്നു. പുൽച്ചാടികളെ കൊണ്ടുവന്നിരുന്നത് വഴിവാണിഭക്കാരാണ്. പയറുപൊടിയായിരുന്നു കിളികളുടെ ഭക്ഷണം. ടാഗോറിന് അണ്ണാൻ വളർത്താൻ ഇഷ്ടമായിരുന്നു. ടാഗോറിന് അണ്ണാനെ വളർത്താൻ ഇഷ്ടമായിരുന്നില്ല അല്ലേ? അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ശരിയല്ലാത്തത്, താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത്. ടാഗോറിന് അണ്ണാൻ വളർത്താൻ ഇഷ്ടം അല്ലായിരുന്നു. അഞ്ചാമത്തത്, അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. ടാഗോറിന് ശരിയല്ലാതെ തോന്നിയത് എന്ത്? അദ്ദേഹത്തിന് ശരിയല്ലാതെ തോന്നിയത് എന്താണ്? ജ്യേഷ്ഠത്തിയമ്മ ചൈനീസ് ഗ്യാമയെ വാങ്ങിയതാണോ? വഴിവാണിഭക്കാർ വീട്ടിൽ വരുന്നതാണോ? അണ്ണാനെ കൂട്ടിലിട്ട് വളർത്തുന്നതാണോ? അണ്ണാനെ തുറന്നു വിടുന്നതാണോ? ഏതാ ശരിയല്ല എന്ന് പറഞ്ഞത്? അണ്ണാനെ കൂട്ടിലിട്ട് വളർത്തുന്നത്. പ്രവർത്തനം 2 നോക്കൂ. ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. വടക്കേ പുറത്തമ്മ നട്ട കൊന്നയോ മേനി നടിച്ചു വാരിക്കൊരിച്ചൊരിവു പൊന്നും പൂവും മുകളിൽ കുയിൽ പെണ്ണു പിണങ്ങും കുറുനാദം അകലയതു കേൾക്കും പ്രിയന്റെ പ്രേന്മോമാദം. തുഞ്ചിലോലഞ്ഞാലികൾ തെങ്ങിൽ മേടി നോക്കുന്നു പ്രാതൽ തിടുക്കിൽ തൊപ്പിക്കാരൻ. ചെമ്പരത്തി മേലാടായിരിക്കും മണ്ണാത്തിയ നിമ്പമായി മധുരമായി പൂക്കളെ താരാട്ടുന്നു. പൊന്നു തൊട്ടല്ലോ നീട്ടിക്കണ്ണെഴുതിയിട്ടു കൊന്ന പൂവിതുളുകൾ ചിക്കിടും മൈനപ്പെണ്ണാൾ. പ്രിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഇന്നത്തെ സുഗതകുമാരി എഴുതിയതാണിത്. അപ്പോൾ കവിത വായിച്ചിട്ട് അതിൻ്റെ ആശയമൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിത ആരുടെയാണ്? സുഗതകുമാരിയുടെ കവിതയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ആശയങ്ങളായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്വാദന ഭംഗി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഈ കവിതയിൽ കുറേ പക്ഷികളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വടക്കേ പുറത്ത് അമ്മ നട്ട കൊന്നയോ മേനി നടിച്ചു വാരി കുരിച്ചുരുവ് പൊന്നും പൂ. അപ്പോൾ കൊന്ന മരത്തിൽ നിറയെ എന്താണ് പൊന്നും പൂ ഉണ്ടായിരിക്കുകയാണ്. അതായത് കൊന്നപ്പൂവിൻ്റെ നിറം എന്താണ് സ്വർണ്ണ കളറിലാണ് അല്ലേ, മഞ്ഞ കളറിൽ. അപ്പോൾ നിറയെ ഇങ്ങനെ വാരി കുരിഞ്ഞുണ്ടായിക്കാണ്. അതിൻ്റെ മുകളിൽ എന്താണ് കുയിൽപ്പെണ്ണ് പിണങ്ങും കുറുനാദവും. കുയിൽപ്പെണ്ണിരുന്ന് പിറങ്ങുന്ന അങ്ങേ അത് കേൾക്കും പ്രയാൻ്റെ പ്രേൺമോന്മാദം അല്ലേ, പ്രിയപ്പെട്ടവൻ്റെ അതുപോലെ. പിന്നെ ആടുന്നിതോലത്തു ഇഞ്ചിലോലഞ്ഞാലികൾ. അവിടെ ഓലോഞ്ഞാലി അല്ലേ ഇരിക്കുന്നു. തെങ്ങിൽ മേടി നോക്കുന്നു പ്രാതൽ തിടുക്കിൽ തൊപ്പിക്കാരൻ. ഓരോ പക്ഷികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്. ചെമ്പരത്തി മേലെ ഇടിരിക്കും ആരാണ് വണ്ണാത്തി. അത് ഇമ്പമായി എന്ത് ചെയ്യുന്നു പൂക്കളെ താരാട്ടുന്നു. പൊന്നു തൊട്ടല്ലോ നീട്ടിക്കണ്ണെഴുതിയിട്ട് കൊന്ന പൂവിതുടുകൾ ചക്കിടും മൈനപ്പെണ്ണാൾ. പിന്നെ പറയുന്നത് മൈനയെ കുറിച്ചാണ്. പൊന്നു തൊട്ടല്ലോ നീട്ടിക്കണ്ണെഴുതിയിട്ടുണ്ട് കൊന്ന പൂവിതുകളിൽ ചിക്കിടും ചിക്കി നിൽക്കുന്നതാണ് മൈന പെണ്ണാൾ. അപ്പോൾ ഓരോ പക്ഷികളെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് വായിച്ചിട്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദിച്ചത് സാധ്യമെന്ത് എന്ന കവിത എഴുതിയതാര്. സാധ്യം എന്ന കവിത എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഉള്ളൂർ ജി കുമാരപിള്ള, മാധവൻ അയ്യപ്പത്ത്, കടമനിട്ട. ആരാണ്? മാധവൻ അയ്യപ്പത്ത്. ഇനി പ്രവർത്തനം 3 ആത്മകഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുത്തനെയുള്ള വെള്ളച്ചാട്ടമായി മാറിയും ഏറിയും കുറഞ്ഞും പരന്നൊഴുകിയും പുഴ നമ്മെ അമ്പരിപ്പിക്കാറുണ്ട്. പല നാടുകൾ താണ്ടി പല ജീവിതങ്ങൾ കണ്ടൊഴുകുന്ന പുഴയുടെ ചിന്തകൾ എന്തെല്ലാം. അപ്പോൾ പുഴ എന്തൊക്കെയായിരിക്കും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക? പുഴയുടെ ഒരു ആത്മകഥ ഇങ്ങനെ എഴുതുന്ന പോലെ പുഴ പറയുന്നതായിട്ട് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പുഴ സ്വയം വിചാരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് കാണാൻ എന്ത് ഭംഗിയാണ്. പല ജീവിതങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നാൽ അതെങ്ങനെയാണ് അവനെ അമ്പരിക്കുന്ന പോലെയും അവൻ്റെ ചിന്തകൾ എന്തെല്ലാമായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ പലതും കണ്ടൊഴുകുന്ന പുഴയുടെ ചിന്തകൾ എന്തെല്ലാമായിരിക്കും അത് ആത്മകഥം പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, NP മുഹമ്മദ് MT വാസുദേവൻ നായരോടൊപ്പം ചേർന്ന് എഴുതിയ നോവൽ ഏതാണ്? ചേർന്ന് എഴുതിയ നോവൽ? അറബി പൊന്ന്. ഇതൊരു നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതിൽ നമ്മൾ ഇട്ടിരുന്ന ചോദ്യമായിരുന്നു അല്ലേ. NP മുഹമ്മദ് MT വാസുദേവൻ നായരോടൊപ്പം ചേർന്ന് എഴുതിയ നോവൽ ഏതാണ്? അറബി പൊന്നാണ്. ഇനി പ്രവർത്തനം 4 വർണ്ണന എഴുതാനാണ് പറയുന്നത്. സാംബസി നദിയുടെയും വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെയും മനോഹരമായ വർണ്ണങ്ങൾ പാഠഭാഗത്ത് കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ള സുന്ദരമായ ഒരു പ്രകൃതി ദൃശ്യത്തിൻ്റെ വർണ്ണന തയ്യാറാക്കുക. ഇപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടമാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള വേറെ ഏതെങ്കിലും പ്രകൃതി എന്തെങ്കിലും ദൃശ്യങ്ങളുണ്ടാവുമല്ലോ, അതിൻ്റെയും മലകളുടെ മലനിരകളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള സുന്ദരമായ വേറെ എന്തെങ്കിലും മഴ പെയ്യുമ്പോൾ മഴവില്ല് വരുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനോഹരമായ വർണ്ണക്കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു വർണ്ണന നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, തലയിൽ മഞ്ഞു തൊപ്പിയും കയ്യിൽ ഊന്നി പിടിച്ച മുളുവടിയുമായി വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മട്ടിലാണ് പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരുടെ പ്രതിമയാണ് പാഠഭാഗത്തിൽ പറയുന്നത്? ഇതിൽ പറയുന്ന പ്രതിമ ആരുടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെയാണ്? ഗാന്ധിജി, ഡേവിഡ് ലിവിങ്സ്റ്റൺ, നെൽസൺ മണ്ടേല, വിൻസ്റ്റൺ ചർച്ചിൽ. ഇതിൽ ആരുടെയാണ് പറയുന്നത്? ഡേവിഡ് ലിവിങ്സ്റ്റണിൻ്റെയാണ്. ആരുടെയാണ്? ഡേവിഡ് ലിവിങ്സ്റ്റണിൻ്റെയാണ്. അടുത്തത് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പ്രകൃതി കനിവാർന്നരുളിയ വരദാനം അത്രേ കല്ലായിപ്പുഴ. കല്ലായിപ്പുഴ മാത്രമല്ല എല്ലാ പുഴകളും പ്രകൃതി നൽകിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ പുഴകൾ സർവ്വ ജീവജാലങ്ങൾക്കും എങ്ങനെയൊക്കെയാണ് അനുഗ്രഹമായി മാറുന്നത് എന്നതിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാണ്. അപ്പോൾ പുഴകൾ നമുക്ക് എല്ലാ ജീവികൾക്കും വെള്ളം തരുന്നുണ്ട്, അല്ലാതെ പല ഉപയോഗങ്ങൾക്കും നമുക്ക് കാരണമാകുന്നുണ്ട് അല്ലേ. പല രീതിയിൽ നമുക്ക് പുഴയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പുഴ ശരിക്കും നമുക്കൊരു അനുഗ്രഹമാണ് അല്ലേ. പ്രകൃതി കനിവായി അരുളിയ വരദാനമാണ് നമ്മുടെ പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അനുഗ്രഹമായിട്ട് മാറുന്നത്? നമുക്ക് നിത്യ കാര്യങ്ങൾ നിർവഹിക്കാൻ വരെ ആവശ്യമായ വെള്ളങ്ങൾ ഒക്കെ നൽകുന്നത് പുഴയിൽ നിന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അടുത്തത് ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ്.
ഇവിടെ കുറച്ച് മേജർ ജനറൽ ജോർജ് കഫൽസ്, പനാമ കനാൽ, ഡോക്ടർ APJ അബ്ദുൽ കലാം, SLV-3, തോമസ് ആൽവ എഡിസൺ, മോട്ടോർ കാർ ബാറ്ററി, മിന്നുമണി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗമായ മലയാളി വനിത. പരാജയങ്ങളിൽ പതറാതെ പരിശ്രമം കൊണ്ട് ജീവിത വിജയം നേടിയ വ്യക്തികളാണ് ഇവരൊക്കെ അല്ലേ. അപ്പോൾ ജീവിത വിജയം നേടാൻ പരിശ്രമത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കാം. ഏത് കാര്യത്തിലും പരിശ്രമം ഉണ്ടെങ്കിൽ, ഹാർഡ് വർക്കായിട്ട് എന്തും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നേടാൻ പറ്റുള്ളൂ. ഇവരൊക്കെ ഈ ഓരോ കാര്യങ്ങളും നേടിയെടുത്ത് കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായതാണ്. അല്ലാണ്ട് പെട്ടെന്ന് ഒന്ന് പൊട്ടിമുളച്ച് അവർ ഒന്നും ചെയ്തതല്ല, ഒന്നും അവർക്ക് ലഭിച്ചതല്ല. ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഓരോ പരാജയങ്ങളുണ്ടാവും. അതിലൊന്നും പതറാതെ വീണ്ടും വീണ്ടും ശ്രമിച്ച് വിജയം കൈവരിച്ചവരാണവർ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം, ഒരു ഉപന്യാസം എഴുതണം. അപ്പോൾ ജീവിത വിജയം നേടാൻ നമുക്ക് പരിശ്രമത്തിൻ്റെ പ്രാധാന്യം അത്യാവശ്യം ആണ്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മലയാളത്തിൻ്റെ ആൻസർ കീ. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.